എന്നെ ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ കണ്ടിട്ടായിരിക്കാം പലരും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വിളിച്ചിട്ട് ഒരു വലിയ സന്തോഷമായിട്ട് സംസാരിക്കാം. അപ്പം ഞാൻ ചോദിക്കും, എവിടെ നിന്നായി വിളിക്കുന്നത്? അവൻ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളുടെ പേരൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞു, എവിടെ നിങ്ങൾ ഏത് കൂട്ടായ്മയിലാണ് പോകുന്നത്? അത് പാസ്റ്റർ ചോദിച്ച കാര്യമായി. ഞാൻ ഒരു കൂട്ടായ്മയിലും പോകത്തില്ല. എന്താ? എല്ലാം കള്ളന്മാരാണ്. എളുപ്പമുണ്ടല്ലോ, എന്താ ചോദിച്ചാലും എല്ലാം കള്ളന്മാരാണ്. എന്നിട്ട് പറയും, ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യം പോയി ബ്രദറെ, പിന്നെ അതിൻ്റെ കുറേ ചരിത്രം. ഞാൻ ഇന്നടുത്ത് പോയി, അവിടെ എനിക്കൊരു അടി കിട്ടി, അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. പിന്നെ ഇന്നടുത്ത് പോയി, അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു അടി കിട്ടി. പിന്നെ മൂന്നാരടുത്ത് പോയി, അവിടെ നിന്ന് കിട്ടി. പിന്നെ ഞാനൊരു തീരുമാനമെടുത്ത്. എന്താണ്? ഓക്കെ, അവരാ പറയുന്നതിനകത്ത് വളരെ ജെനുവിനിറ്റി ഉണ്ടായിരിക്കും. പോയെടുത്ത് വേദനയുണ്ടായി, മുറിവുണ്ടായി, അതാണ് സത്യം. അതിനെ നമ്മൾ നിരാകരിക്കേണ്ട. പക്ഷേ അത് സഭയിൽ പോകാതിരിക്കാനൊരു കാരണമല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ ദിവസങ്ങളിൽ ചില ഹൗസ് ചർച്ചസുമായിട്ട് കണക്റ്റഡാണ്. അവർ പറയുന്നൊരു പോയിൻ്റ്, ഞങ്ങൾ ഇതുപോലെ ഒത്തിരി കറങ്ങി നടന്നു, ഒത്തിരി അടുത്ത് പോയി, ഒത്തിരി വേദനയുണ്ടായി. ഞങ്ങളിപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ 2-3 കുടുംബങ്ങൾ ചേർന്ന് ഭവനത്തിലിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിച്ച് ഞങ്ങൾ വചനം പങ്കുവെച്ച് ഞങ്ങളുടെ മക്കളെയും കൂടി ഇരുത്തി അവരും ഈ പറഞ്ഞാൽ അവരും ഷെയർ ചെയ്ത് ഒക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇപ്പം ഞങ്ങൾ തിരുവത്താഴവും ഞങ്ങളങ്ങ് എടുക്കും. പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ദൈവ വഴിയിലുണ്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. കാര്യം ദേ ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. നമ്മുടെ മുമ്പിൽ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കുന്നു പറഞ്ഞത് കുടുംബം ഉൾപ്പെടെ വീട്ടിലിരിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അങ്ങനെ പറയുമ്പോഴും വേറെ ചില ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ട്. കാരണം ഒരു സോഷ്യലൈസിങ് പറ്റുന്നില്ല. മാത്രമല്ല അവർ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതിലങ്ങ് ഒത്തിരി സ്ട്രെസ്സ് കൊടുത്തിട്ട് മറ്റൊന്നും അവർ പോയി ചെയ്യത്തില്ല. അങ്ങനെ ഒരു അപകടവും ഞാൻ ചിലരിൽ കാണുന്നു. പിന്നെ വേറെ ചെറിയ കുഴപ്പം, ഇങ്ങനെ കൊച്ചു ഹൗസ് ചർച്ചസ് ആകുമ്പം അവർ പിന്നെ അല്ലാത്ത എല്ലാ ചർച്ചകളെയും അങ്ങ് കുറ്റം പറയാൻ തുടങ്ങും. അതൊരു ചെറിയൊരു അത്ര നല്ലതല്ല. നമ്മൾ ആരെയും കുറ്റം പറയണ്ട, ഒരു സഭയും നമ്മൾ കുറ്റം പറയണ്ട. കാരണം ബൈബിളിലൊരു പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ജഡ്ജ് നോട്ട്. എന്താണ്? വിധിക്കരുത്. നമ്മളൊരു സഭയും വിധിക്കേണ്ട, ഒരു ശുശ്രൂഷയും വിധിക്കേണ്ട, ഒരു മാസ്റ്ററേയും വിധിക്കേണ്ട, ഒരു ലീഡറേയും വിധിക്കേണ്ട. അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല.